Hello children, I am Saji Felix, going to teach some moral values. Okay, so children, this is your moral science textbook. The right path, value, education. എല്ലാവർക്കും ബുക്കൊക്കെ കിട്ടിയല്ലോ അല്ലേ? ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ലെറ്റ് us start first chapter. ഇന്ന് നമുക്ക് ഒന്നാമത്തെ പാഠം പഠിക്കാം. എല്ലാവരും ബുക്ക് എടുത്തോ. What is the name of first chapter? Work is worship. First lesson. Work is worship. Work. ജോലി. നിങ്ങൾക്ക് എല്ലാവർക്കും മടിയാണല്ലേ ജോലി ചെയ്യാൻ? എനിക്കറിയാം. ജോലി ചെയ്യാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയൊക്കെ അങ്ങ് ടയേർഡായി അല്ലേ? പ്രത്യേകിച്ച് അമ്മമാർ ജോലി ചെയ്യാൻ പറഞ്ഞാൽ അമ്മ പ്ലീസ് അല്ലേ? നിങ്ങൾ പ്ലീസ് പറയാറില്ലേ? ഓക്കെ, അമ്മയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര സിൻസിയറായിട്ടാണ് അമ്മ ജോലിയൊക്കെ ചെയ്യുന്നത്, നമ്മളുടെ വീട്ടിലെ ജോലികളൊക്കെ അല്ലേ? നിങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരുന്നു, വീട് മുഴുവൻ ക്ലീൻ ചെയ്യുന്നു, പിന്നെ എന്തൊക്കെയാണ് പുറത്ത് എന്തെല്ലാം പണികളാണ് അമ്മ ചെയ്യുക. നിങ്ങൾ പറയുന്ന ഏത് ജോലിയും ഒരു മടിയില്ലാതെ അമ്മ ചെയ്തു തരുന്നുണ്ട് അല്ലേ? അപ്പം അമ്മയുടെ ജോലിയിലൊരു മഹത്വം കാണും. ചെയ്യുന്ന ജോലി അമ്മ ആത്മാർത്ഥമായിട്ട് ചെയ്യും. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടോ നമ്മളെ ഇഷ്ടമില്ലാതെ ഒന്നുമല്ല ഒരു ജോലി ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ആ ജോലിക്ക് അതിൻ്റെതായ മഹത്വം കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ വീട് ക്ലീൻ ചെയ്യാനും തുണി കഴുകാനും പാത്രം കഴുകാനും ഒന്നും അല്ല പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലി എന്താണ്? പഠിക്കുക, നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ സ്റ്റഡി. അത് നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്ത് എങ്കിൽ നമുക്ക് അതിനുള്ള റിവാർഡ് കിട്ടും അല്ലേ? അപ്പോൾ കുറച്ച് എക്സാമ്പിൾസിലൂടെ ആ ഒരു കാര്യം നിങ്ങളോട് പറയുക. ഓക്കെ, ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 5. ദിസ് ഇസ് ദ ഫസ്റ്റ് ചാപ്റ്റർ. റെഡി ആണല്ലോ എല്ലാവരും? ഓക്കെ. Friends, many of you might be under the impression that to worship the Almighty, you need to go to a place of worship such as a temple, church or a mosque. അല്ലേ? നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഗോഡിനെ വർഷിപ്പ് ചെയ്യണമെങ്കിൽ, ആരാധിക്കണമെങ്കിൽ എവിടെ പോകണം? ടെമ്പിളിൽ പോകണം അല്ലേ? ഹിന്ദുസ് ആണെങ്കിൽ ടെമ്പിളിൽ പോകും, ക്രിസ്ത്യൻസ് ആണെങ്കിൽ ചർച്ചിൽ പോകണം, മുസ്ലിംസ് ആണെങ്കിലും മോസ്കിൽ പോകണം. നമ്മൾ അവിടെ ചെന്നാണ് ദൈവത്തെ ആരാധിക്കുക, വർഷിപ്പ് ചെയ്യുക. While it is certainly good to go to such places, അവിടെ പോകുന്നത് നല്ലത് തന്നെ, ദൈവത്തെ ആരാധിക്കാനായിട്ട് അവിടെ പോകുന്നത് നല്ലത് തന്നെ. Can still worship the Lord from your classroom itself. അപ്പം നമ്മുടെ ആ ഒരു വർഷിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇതുപോലെയുള്ള വർഷിപ്പ് പ്ലേസസിൽ പോയി വേണം ദൈവത്തെ ആരാധിക്കാൻ അല്ലേ? അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ലോർഡിനെ വർഷിപ്പ് ചെയ്യാന്നാണ് നമ്മളുടെയൊക്കെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട്, നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെ ഇരുന്നുകൊണ്ട് വർഷിപ്പ് ചെയ്യാം. ഈവൻ ഇൻ ദ ക്ലാസ് റൂം. നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ? ക്ലാസ് റൂമിൽ ഇരുന്ന് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുക അല്ലേ? ഈസ് യുവർ സ്കൂൾ നോട്ട് എ ടെമ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഇറ്റ്സെൽഫ്? സ്കൂൾ അങ്ങനെ ഒരു ആരാധനാലയമാണോ നമുക്ക് അവിടെ പ്രാർത്ഥിക്കാൻ? അല്ല. അങ്ങനെ നമ്മൾ ആ പള്ളിയിൽ ചെന്ന് ഇരിക്കുന്ന രീതിയിലല്ല ആരാധന ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ്? നോക്കിക്കോളൂ. യു മൈറ്റ് ബി വണ്ടറിങ് ഹൗ ക്യാൻ ഐ ഡു സോ? നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഇപ്പം ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഞാൻ വർഷിപ്പ് ചെയ്യുക? എങ്ങനെയാണ്? ബൈ പേയിങ് അറ്റൻഷൻ ടു ദ ടീച്ചർ. എങ്ങനെയാണ്? ക്ലാസ് റൂമിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഗോഡിനെ വർഷിപ്പ് ചെയ്യാം. ആൻഡ് ബൈ ഗെറ്റിംഗ് അബ്സോർബ്ഡ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ തരത്തില്ലേ? ഒരുപാട് അസൈൻമെൻറ്റ്സ്, അല്ലെങ്കിൽ ടീച്ചർ ഓടി നടന്ന് ടെക്സ്റ്റ് പഠിപ്പിക്കും, ബോർഡിൽ വരയ്ക്കും, അത് കാണിക്കും അല്ലേ? അങ്ങനെ കുറേ ടീച്ചിങ് എയ്ഡൊക്കെ കാണിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, ആ പ്രോസസ്സിനൊപ്പം പോവുക. അങ്ങനെയും നമുക്ക് വർഷിപ്പ് ചെയ്യാം. മനസ്സിലായോ? അതല്ല ടീച്ചർ പഠിപ്പിക്കുന്നു, ടീച്ചർ ബോർഡിലേക്ക് എഴുതാൻ തിരിക്കുന്ന ഉടനെ അടുത്തിരിക്കുന്ന ആൾ നോക്കി സംസാരിക്കുക, പേപ്പർ എടുത്തെറിയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയാണ്? യു ക്യാൻ മേക്ക് യുവർ സ്റ്റഡീസ്
ആൻ ഓഫറിംഗ് ടു ദ ഗോഡ്. ദൈവത്തിന് നമ്മളുടെ പഠിത്തം, നിങ്ങളുടെ പഠനം ഉണ്ടല്ലോ, എന്തൊക്കെ സബ്ജക്റ്റുകളാണോ പഠിക്കുന്നത് ആ സ്റ്റഡീസിന് ദൈവത്തിന് സമർപ്പിക്കാം. വാട്ട് എവർ യുവർ ഫെയ്ത്ത് മേ ബി, ഗോഡിലുള്ള നിങ്ങളുടെ വിശ്വാസം എന്തൊക്കെ ആയിരുന്നാലും നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് വർഷിപ്പ് ചെയ്യാം. യു ക്യാൻ ഫർദർ എൻഹാൻസ് യുവർ വർഷിപ്പ് ബൈ ഹാൻഡ്ലിങ് യുവർ ബുക്സ് വെൽ. നിങ്ങളുടെ വർഷിപ്പിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റേസപ്പ് ചെയ്യുക അല്ലേ, കുറച്ചുകൂടെ നിങ്ങളുടെ വർഷിപ്പിനെ ഉയർത്തുന്നത് എങ്ങനെയൊക്കെയാണ്? ബൈ ഹാൻഡ്ലിങ് യുവർ ബുക്സ് വെൽ. നിങ്ങളുടെ കയ്യിലുള്ള ബുക്സ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുക. അതായത് നിങ്ങൾ ഏത് ബുക്സ് ആണെങ്കിലും അതൊരു പ്രഷ്യസ് സാധനമായിട്ട് അത് നന്നായിട്ട് സൂക്ഷിക്കുക, നന്നായിട്ട് കൈകാര്യം ചെയ്യുക. എന്ന് വെച്ചാൽ മടക്കി നിങ്ങളുടെ മേശപ്പുറത്ത് വയ്ക്കാനല്ല, അത് അങ്ങനെ തന്നെ അനക്കാതെ വയ്ക്കാനല്ല, നല്ല മനോഹരമായി കവർ ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ അത് വായിക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെതായ റെസ്പെക്റ്റോടുകൂടി എടുക്കുക. മനസ്സിലായോ? പേജൊന്നും വലിച്ചു കീറാതെയും നല്ല നീറ്റായിട്ടുമൊക്കെ സൂക്ഷിക്കുക. ബൈ കീപ്പിംഗ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ ചുറ്റിലുമുള്ള പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക വഴി നമുക്ക് ഗോഡിനെ വർഷിപ്പ് ചെയ്യാം അല്ലേ. നിങ്ങളുടെ സ്റ്റഡി റൂമാണെങ്കിലും നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങളുടെ ഹൗസ്, നിങ്ങളുടെ വീടിൻ്റെ മുറ്റം, ഇതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതും ഇതിനൊരു എക്സാമ്പിളാണ്. പിന്നെ ബൈ ഇൻവെസ്റ്റിംഗ് ടൈം ഓൺ എ റെഗുലർ ബേസിസ് അറ്റ് ഹോം ടു ഗോ ത്രൂ ദ ലെസൺസ് ടോട്ട് ഇൻ ദ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വീട്ടിൽ പോയി ഒരു കൃത്യസമയത്ത് പഠിച്ചു തീർക്കുക. ശ്രദ്ധിക്കുക, ഒരു കൃത്യസമയത്ത്. നിങ്ങൾ വിചാരിക്കണം ഞാൻ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിരുന്ന് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ പഠിച്ചു തീർത്തിരിക്കും. ആ ഒരു പങ്ക്ച്വാലിറ്റിയും കൂടെ വേണം. അല്ലാതെ തോന്നുമ്പോൾ ഇപ്പോൾ കുറച്ച് പഠിക്കുക, ബുക്കെടുത്ത് വലിച്ചെടുത്തിട്ട് പോവുക, പിന്നെ വന്ന് പഠിക്കുക, അങ്ങനെ പാടില്ല. ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ വൈകിട്ട് ഒരു 7 to 8. ഇപ്പം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റൊക്കെ ഉള്ളത് കാരണം അത് നടക്കില്ല. അതല്ലെങ്കിൽ ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് 1 o'clock ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 3 to 4 അല്ലെങ്കിൽ 3 to 5 ആ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്യുക. ബൈ ഡൂയിങ് യുവർ ഹോംവർക്ക് വിത്ത് പ്ലഷർ റാദർ ദാൻ ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ ഡ്രഡ്ജർ. അതായത് ഒരു ബേർഡനായിട്ട് കരുതാതെ, ഈ ഹോംവർക്കൊക്കെ തരണമല്ലോ, മിസ്സുമാർ എന്തിനാണ് ഇത്രയും ഹോംവർക്ക് തരുന്നത് അല്ലേ, കുറച്ച് തന്നാൽ പോരെ, അല്ലെങ്കിൽ എന്തിനാണ് എഴുതാൻ പറയുന്നത്, ഞങ്ങൾ വായിച്ച് പഠിക്കില്ലേ, അങ്ങനെയല്ല. ടീച്ചേഴ്സ് എന്താണോ തരുന്ന ഹോംവർക്ക് അത് ഒരു ബേർഡനായിട്ട് കരുതാതെ അതെങ്ങനെ ചെയ്യണം? വിത്ത് പ്ലഷർ, സന്തോഷത്തോടുകൂടി ചെയ്യണം. ഏത് ജോലിയും സന്തോഷത്തോടെ ചെയ്താലേ അതിനൊരു മഹത്വമുള്ളൂ. ദേഷ്യത്തോടെയും അല്ലെങ്കിൽ പുച്ഛത്തോടെയും ഇഷ്ടമില്ലാതെ ഒക്കെ ചെയ്യുന്ന ജോലിക്ക് നല്ലൊരു പ്രതിഫലം കിട്ടില്ല കേട്ടോ. അപ്പോൾ ചെയ്യുന്ന ജോലി എന്തായാണെങ്കിലും സുന്ദരമായിട്ട് നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി വേണം ചെയ്യാൻ. അടുത്തെന്താണ്? ബൈ പ്രിപ്പയറിംഗ് വെൽ ഫോർ ദ എക്സാമിനേഷൻസ്. പരീക്ഷ വരുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ വിചാരിക്കുക ഓൺലൈൻ ടെസ്റ്റ് അല്ലേ, വീട്ടിലിരുന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ അല്ലേ. നിങ്ങളുടെ റൂമിൽ കയറി ഡോർ അടച്ചിട്ടിട്ട് ബുക്കെല്ലാം വെച്ച് തുറന്ന് നോക്കിയൊക്കെ എഴുതാം. അങ്ങനെയൊന്നും ആകരുത്. ഒരു മാൽ പ്രാക്ടീസസും ഇല്ലാതെ ഞാൻ പഠിച്ച് നേടും, ഇത്രയും നാൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ പഠിച്ച് തന്നെ എനിക്ക് മാർക്ക് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എക്സാമിനേഷൻസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ബൈ ഹെൽപ്പിംഗ് ദോസ് ഹു ഫൈൻഡ് ദ ലെസൺസ് ടോട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും അവരിടയ്ക്ക് വിളിക്കത്തില്ലേ, എനിക്ക് മനസ്സിലായില്ല അതൊന്ന് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? സന്തോഷത്തോടുകൂടി പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ എന്നെക്കാളും മാർക്ക് വാങ്ങിക്കുമല്ലോ എന്ന് വിചാരിച്ച് അസൂയപ്പെട്ടിരിക്കരുത് കേട്ടോ. അറിവെന്ന് പറയുന്നത് കൊടുക്കുന്തോറും കൂടുതൽ വർദ്ധിക്കുമെന്നാണ്. പഠിച്ചിട്ടില്ലേ നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സുകളിൽ? വിദ്യയാകുന്ന ധനം കൊടുക്കുന്തോറും വർദ്ധിക്കുമെന്നാണ്. മറ്റേ പൈസയോ നമ്മുടെ കയ്യിലുള്ള നാണയത്തുട്ടുകളും കറൻസി നോട്ടുകളും ഒക്കെ കൊടുക്കുന്തോറും തീർന്നു പോവുകയുള്ളൂ. പക്ഷെ വിദ്യയാകുന്ന ധനം കൊടുക്കുന്തോറും വർദ്ധിക്കുമെന്നാണ്. അപ്പോൾ എത്ര പേർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുവോ അത്രയും അറിവ് അല്ലെങ്കിൽ ആ കാര്യം അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഉറച്ചിരിക്കുക, പിന്നീട് ഒരിക്കലും മറന്നു പോവില്ല. ഓക്കെ, അടുത്തത് എന്താണ്? തിങ്ക് ദാറ്റ് എവറി മിനിറ്റ് ദാറ്റ് യു സ്പെൻഡ് ഇൻ യുവർ ക്ലാസ് റൂം ഈസ് time spent in the place of worship and treat the time you spent with your books as the time in front of your deity. Deity എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോഡ് എന്നാണ് കേട്ടോ. അതായത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ എത്ര സമയം ഇരിക്കുന്നോ അത്രയും സമയം നിങ്ങളൊരു ചേർച്ചിലോ ഒരു ടെമ്പിളിലോ ആണെന്ന് വിചാരിക്കുക. അപ്പം
നമ്മളൊരു ആരാധനാലയത്തിൽ പോകുമ്പോൾ നമ്മൾ എന്ത് അടുക്കും ചിട്ടയോടുകൂടി ആയിരിക്കുക അല്ലേ? നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ അവിടെ നടക്കുന്ന ആരാധനയിലായിരിക്കും അല്ലേ? നമ്മുടെ മുമ്പിൽ ദൈവം ഉണ്ടെന്നുള്ളൊരു സങ്കല്പം. അപ്പോൾ ആ ദൈവം ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ അതെന്താണ്? ബുക്സാണ്, അല്ലെങ്കിൽ ടീച്ചറായിരിക്കാം. അപ്പോൾ നമ്മുടെ ബുക്കിനെ ദൈവമായിട്ട് സങ്കല്പിക്കുക. നമ്മളിരിക്കുന്ന ക്ലാസ് റൂം എന്താണ്? ടെമ്പിൾ, ചേർച്ച് ഓർ മോസ്ക് അതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അവിടെ ആയിരിക്കുന്നത് പോലെ വേണം, ആ ഒരു റെസ്പെക്റ്റോടു കൂടി അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷനോട് കൂടി വേണം ക്ലാസ് റൂമിൽ ഇരിക്കാൻ എന്നാണ് പറയുന്നത്. ലൈക്ക്വൈസ് വെൻ യു ഗ്രോ അപ്പ് ആസ് അഡൾട്ട്സ് യു ക്യാൻ പെർഫോം യുവർ പ്രേയേഴ്സ് ത്രൂ യുവർ വർക്ക് ഇറ്റ്സെൽഫ്. നിങ്ങളൊരു അഡൾട്ടായി കഴിയുമ്പോൾ, അഡൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 18 years ഒക്കെ കഴിയുമ്പോൾ നല്ല ഒരു യുവാവോ യുവതിയോ ആയിട്ട് മാറും അല്ലേ? ആ സമയത്ത് എങ്ങനെ ചെയ്യാവുന്നതാണ്? യു ക്യാൻ പെർഫോം യുവർ പ്രേയേഴ്സ് ത്രൂ യുവർ വർക്ക് ഇറ്റ്സെൽഫ്. എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിരിക്കണമെന്നല്ല. നിങ്ങളുടെ ജോലി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. ഏത് ജോലിയാണെങ്കിലും ഇപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ കണ്ടില്ലേ, അവർക്ക് സമയത്ത് ജോലിക്ക് പോകണം, അതല്ലെങ്കിൽ അമ്മയ്ക്ക് അടുക്കളയിൽ കുക്കിംഗ് ഉണ്ട്, ഇതൊക്കെ അവരുടെ പ്രെയറാണ്, ഈശ്വരനോട് ഗോഡിനോടുള്ള പ്രെയറാണ്. ഇപ്പം നിങ്ങൾക്ക് വൈകിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വിഷമമുണ്ട്, ഗൂഗിൾ മീറ്റ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രെയർ ടൈം മിസ് ചെയ്യുന്നു അല്ലേ? കുറേ പേരൻസൊക്കെ വിളിച്ചിട്ട് പറയുന്നത് നാമം ചൊല്ലുന്ന സമയമാണ്, അല്ലെങ്കിൽ ത്രിസന്ധ്യാജപം ചൊല്ലുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഗൂഗിൾ മീറ്റ് വന്നാൽ കഷ്ടമാണ്. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ മാറി. പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിക്ക് പുറത്ത് പോകുന്ന ആളുകളുടെ എണ്ണം കുറവാണ്, വീട്ടിൽ ജോലി തന്നെ കുറവാണ്, ആളുകൾ കുറവാണ്, അതുപോലെ ജോലി കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സന്ധ്യ ആകുമ്പോൾ 7 മണിക്ക് വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ സമയമുണ്ടായിരുന്നു. ആളുകൾ ഫ്രീ ആയിരുന്നു. പക്ഷെ ഇപ്പം മാറി. ഇപ്പോൾ 24 മണിക്കൂർ വർക്ക് ചെയ്താലേ നമുക്ക് ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കൂ. നമ്മുടെ ക്ലാസ്സിങ് ടൈം തന്നെ മാറിയില്ലേ? നേരത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 9 to 4 കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്കൂളിലേക്ക് വരികയേ വേണ്ട. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾക്ക് മോർണിംഗ് ആഫ്റ്റർനൂണിൽ വീഡിയോ ക്ലാസ് വരുന്നു, വൈകുന്നേരം ആകുമ്പോൾ ഗൂഗിൾ മീറ്റ് തുടങ്ങും, അത് തീരാനൊരു 10-10:30 വരെ സമയം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലേ? നിങ്ങൾ കളിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും കൂടി TV കാണുന്ന സമയമാണ്. ആ സമയത്തൊക്കെ ഗൂഗിൾ മീറ്റ് കൊണ്ടുവച്ചിട്ട് എങ്ങനെയാ, കഷ്ടമല്ലേ, എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പളിനെയൊക്കെ കുറ്റം പറയുന്നുണ്ടാണ്. പക്ഷെ അതൊക്കെ മാറ്റുക. നിങ്ങൾ ആ ഗൂഗിൾ മീറ്റിങ്ങിലായിരിക്കുന്ന സമയം നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. ആ വർക്കാണ് ദൈവത്തിന് വേണ്ടത്. നിങ്ങളുടെ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി ചെയ്യുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. അല്ലാതെ ആ സമയത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയും ദൈവത്തിനുള്ള ഉപഹാരമാണ് അല്ലേ? ദൈവത്തിന് സമർപ്പിക്കുക, ദൈവത്തോടുള്ള പ്രാർത്ഥനയായിട്ട് നിങ്ങളുടെ ആ ജോലിയെ കാണുക. അപ്പം നിങ്ങളുടെ ഈ വിഷമമെല്ലാം മാറും കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഏത് ജോലിയാണെങ്കിലും അത് ദൈവത്തിനുള്ള പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുക. ലെറ്റ് us listen to the immortal words of മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്ന ഒരാൾ അമേരിക്കയിൽ ജീവിച്ചിരുന്നു. അലാസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ആളാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അദ്ദേഹം കറുത്തവർഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ഒരു നേതാവാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അഹിംസയുണ്ടല്ലോ, നോൺ വയലൻസ് ആയിരുന്നു അദ്ദേഹവും പിന്തുടർന്നിരുന്നത്. അദ്ദേഹം ഏതാണ്ട് 39 years ആയപ്പോഴേക്കും അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർക്ക് ഒരുപാട് അവകാശങ്ങളൊക്കെ നേടിക്കൊടുത്ത നല്ലൊരു ആരാധ്യനായ ഒരു നേതാവായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. അദ്ദേഹം ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്തിരുന്നില്ല. എപ്പോഴും കഠിനമായിട്ട് പരിശ്രമിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇമ്മോർട്ടലായിട്ടുള്ള വേർഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇമ്മോർട്ടൽ മീൻസ് ഒരിക്കലും മറന്നു പോകാത്ത, അല്ലെങ്കിൽ കാലത്തെ അതിജീവിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇഫ് എ മാൻ ഈസ് കോൾഡ് ടു ബി എ സ്ട്രീറ്റ് സ്വീപ്പർ, ഒരു മനുഷ്യൻ തെരുവ് തൂപ്പുകാരൻ എന്ന് പറയാം, അയാൾ ഹി ഷുഡ് സ്വീപ് സ്ട്രീറ്റ്സ് ജസ്റ്റ് ആസ് മൈക്കൽ ആഞ്ചലോ പെയിന്റഡ്. ആ ഒരു സ്വീപ്പർ, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? തെരുവ് വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരിക്കും ആ ജോലി ചെയ്യുക. ആ ജോലിയോടൊരു എന്താ പറയുന്ന, ഈ ജോലി അത്ര ഒരു നല്ല ജോലിയല്ല, നാണക്കേടാണ് എന്നൊക്കെ വിചാരിച്ച് വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടൊക്കെ ചെയ്യുന്നവർ കാണും. അങ്ങനെയല്ല, ആ സ്വീപ്പറാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ആ തെരുവ് ക്ലീൻ ആക്കുക, നല്ല ഷൈനിങ് ആക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം മൈക്കൽ ആഞ്ചലോ പെയിൻറ് ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ, മൈക്കൽ ആഞ്ചലോ ആരാണ്? ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്ററാണ് മൈക്കൽ ആഞ്ചലോ. അദ്ദേഹത്തിൻ്റെ ബ്രഷ് വെച്ച് പെയിൻറ് ചെയ്യുന്നത് പോലെ തൂക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഓർ ബിഥോവൻ കമ്പോസ് മ്യൂസിക്. ബിഥോവൻ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനാണ് അല്ലേ? ഗ്രീസിൽ ജീവിച്ചിരുന്ന
ജീവിച്ചിരുന്ന ഒരു സംഗീതജ്ഞനാണ് ബിഥോവൻ. അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം ആ ജോലി ചെയ്യുന്നതെങ്കിൽ, ഓർ ഷേക്സ്പിയർ റോഡ് ഹിസ് പ്ലേസ്, ഷേക്സ്പിയർ ഫേമസ് പ്ലേ റൈറ്ററാണ്. പക്ഷേ ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ നാടകം രചിക്കുന്നത് പോലെ എഴുതുന്നത് പോലെയാണ് ഈ സ്വീപ്പർ ആ സ്ട്രീറ്റ് വൃത്തിയാക്കുന്നതെങ്കിൽ എന്താണ്? ഹി ഷുഡ് സ്വീപ് സ്ട്രീറ്റ്സ് സോ വെൽ ദാറ്റ് ഓൾ ദ ഹോസ്റ്റ്സ് ഓഫ് ഹെവൻ ആൻഡ് എർത്ത് വിൽ പോസ് ടു സേ ഹിയർ ലിവ്ഡ് എ ഗ്രേറ്റ് സ്വീപ്പർ ഹു ഡിഡ് ഹിസ് ജോബ് വെൽ. അദ്ദേഹം ആത്മാർത്ഥമായിട്ട്, അതായത് ബിഥോവൻ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് പോലെയും ഷേക്സ്പിയർ നാടകം എഴുതുന്നത് പോലെയും അതല്ല എങ്കിൽ പിന്നെ മൈക്കൽ ആഞ്ചലോ പെയിൻറ് ചെയ്യുന്നത് പോലെയും ആസ്വദിച്ച് അത്രയും മനോഹരമായിട്ടാണ് ഒരു സ്വീപ്പർ ആ തെരുവ് വൃത്തിയാക്കുന്നതെങ്കിൽ വരും കാലത്ത് ആകാശവും വാനവും ഭൂമിയും അയാളെ പുകഴ്ത്തും. എങ്ങനെ? ഇവിടെ നന്നായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു സ്വീപ്പർ ജീവിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കാലശേഷവും നമ്മുടെ ജോലിയുടെ പേരിൽ ഓർമ്മിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഓക്കെ, വി വിൽ സീ സം ഇലസ്ട്രേഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഫോർ ദിസ്. അപ്പോൾ ഇതിനു വേണ്ടി ആ ജോലിയുടെ മഹത്വം എന്താണെന്നാണ് നമുക്ക് ഈ പാഠം പറഞ്ഞു തരുന്നത് അല്ലേ. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ദർ വാസ് എ കാർപ്പൻറ്റർ ഹു ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് വർക്ക്. ഹു ഇസ് കാർപ്പൻറ്റർ? കാർപ്പൻറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? തടിയിൽ ശില്പങ്ങൾ കൊത്തി ഉണ്ടാക്കുന്നയാളാണ് കാർപ്പൻറ്റർ അല്ലേ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു ശില്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ലുക്ക്ഡ് അറ്റ് ദ പീസ് ഓഫ് ഫേർണിച്ചർ ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. അയാൾ കൊത്തിയെടുത്ത ശില്പം എടുത്തിട്ട് പല ആംഗിളിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയാണ്. He then took his tools and started working on it, giving some touches here and there. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ ടൂൾ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. His friend told him that he was wasting his time when he should be making more furniture in that time to make more money. അപ്പോൾ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ നിന്റെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്, നീ ചെയ്ത് തീർത്ത ഒരു ശില്പം എടുത്ത് വെച്ച് വീണ്ടും ടച്ച് ചെയ്ത് സമയം കളയുന്ന എന്തിനാണ്? ആ സമയത്ത് നിനക്ക് വേറെ എത്ര പ്രതിമകൾ ഉണ്ടാക്കാം, ആ പ്രതിമകളൊക്കെ വിറ്റ് നിനക്ക് മണി സമ്പാദിക്കാം. The carpenter replied, I do not consider this piece of furniture just as a means to make money. ഞാൻ ഉണ്ടാക്കിയ ഈ ശില്പം അല്ലെങ്കിൽ ആ ഒരു ഫേർണിച്ചർ എന്താണെങ്കിലും അദ്ദേഹം ചെയ്ത ആ ഒരു ജോബ് അത് എനിക്കൊരു പൈസ ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമല്ല. This is my offering to the Lord, and when I give it all the best efforts, it will make the buyer very happy. ഞാൻ ഈ ചെയ്യുന്ന ജോലി എൻ്റെ ദൈവത്തിനുള്ള ഓഫറാണ് അല്ലേ. നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടും, അമ്പലത്തിലാണെങ്കിൽ കാണിക്ക വെഞ്ചിയുണ്ട്, അവിടെ പോയി പൈസ ഇടും. ദൈവമേ ഈ പരീക്ഷയ്ക്ക് എന്നെ പാസ്സാക്കി തന്നെ എന്നൊക്കെ പറഞ്ഞ് മണി ഇടാറില്ലേ? ആ മണിക്ക് പകരം എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് പഠിക്കാൻ തന്ന പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതായിരിക്കണം ദൈവത്തിനുള്ള ഓഫർ. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്തു തീർക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാർപ്പൻ്റർ പറഞ്ഞത് എന്താണ്? ഞാൻ ഈ ചെയ്യുന്ന ജോലി എൻ്റെ ദൈവത്തിനുള്ള ഓഫറാണ്, അപ്പോൾ അത് ഏറ്റവും നന്നായിരിക്കണം. അപ്പോൾ ആ സാധനം വാങ്ങിക്കുന്ന ആ ബയർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് ദ സ്പിരിറ്റ് വിത്ത് വിച്ച് വി മസ്റ്റ് ഓൾ ലുക്ക് അറ്റ് അവർ വർക്ക്. അത് ആ സ്പിരിറ്റ് ആയിരിക്കണം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങളുടെ അമ്മയും അച്ഛനും ആ ജോലിയിൽ അവരെത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ദൈവം നൽകിയ മക്കളാകുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന അധ്വാനമാണ്. അത് അവർക്ക് ദൈവത്തോടുള്ള അവരുടെ പ്രാർത്ഥനയാണ്. അതുപോലെ നിങ്ങളുടെ ജോലി എന്താണ്? നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അത് നന്നായിട്ട് ചെയ്യുക, അതായിരിക്കണം നിങ്ങളുടെ ദൈവത്തോടുള്ള പ്രാർത്ഥന. You would have heard about 3 men working on a piece of rock who gave different responses to a question, what are you doing? അതായത് 3 കൽപ്പണിക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ 3 പേരോടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താണ്? വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ആ 3 പേരും കൊടുത്ത റിപ്ലൈ ഡിഫറെൻ്റ് ആയി. ദ ഫസ്റ്റ് വൺ സെഡ് ദാറ്റ് ഹി വാസ് ഏർണിംഗ് ഹിസ് ലിവിങ്. ആദ്യത്തെ ആൾ പറഞ്ഞു, ഞാൻ എനിക്ക് ജീവിക്കാനുള്ള വക തേടുകയാണ്. The second one said that he was just cutting the rock. രണ്ടാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു, ഞാൻ ഈ റോക്ക് മുറിക്കുകയാണ്. The last person said that he was making the ceiling for the most beautiful cathedral. അയാൾ പറഞ്ഞത് എന്താണ്?
ഞാൻ മനോഹരമായ ആ ദേവാലയത്തിന് വേണ്ടിയിട്ട് ആ ഒരു സീലിംഗ് നിർമ്മിക്കുകയാണ്. നോക്കിക്കേ, അയാൾ ജസ്റ്റ് ആ റോക്ക് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അയാൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുകയോ അല്ല. അയാൾ ചെയ്യുന്ന ആ ജോലി എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അത് മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന റിപ്ലൈ ആണ് പറഞ്ഞത്. അപ്പോൾ ഈ 3 പേരിൽ ആരായിരിക്കും ആ ജോലിയിൽ ആത്മാർത്ഥത അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ടുള്ളത്? ആരായിരിക്കും? തേർഡ് പേഴ്സൺ അല്ലേ? മറ്റുള്ളവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആർക്കോ വേണ്ടിയിട്ട് ജോലി ചെയ്തു. ഇയാൾ ആ ജോലി ആത്മാർത്ഥമായിട്ടും സന്തോഷത്തോടു കൂടിയും ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ നമ്മുടെ ജോലി ഇതുപോലെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ന് ഇത്രയും മതി. See you in the next class. Bye.